JDS മുൻ MP പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ്. പ്രതി 10 ലക്ഷം രൂപ പിഴയടക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടേതാണ് വിധി. വീട്ടുജോലിക്കാരിയായ 47-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ JDS മുൻ MP പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 4 പീഡന കേസുകളിൽ ആദ്യത്തെ കേസിലാണ് വിധി പറഞ്ഞത്. ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടേതാണ് വിധി. പ്രതി 10 ലക്ഷം രൂപ പിഴയടക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജൂലൈ 18-ന് വാദം പൂർത്തിയായ കേസിൽ ഇന്നലെയാണ് പ്രജ്വൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. നടന്നത് അതീവ ഗുരുതരമായ കുറ്റമാണെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രജ്വലിന്റെ പിതാവിന്റെ ഫാം ഹൌസിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയെ 2021 മുതൽ തുടർച്ചയായി പ്രതി ബലാത്സംഗം ചെയ്തിരുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നായിരുന്നു ഭീഷണി. വിചാരണ വേളയിൽ പ്രജ്വൽ രേവണ്ണയെയും 26 സാക്ഷികളെയും കോടതി വിസ്തരിച്ചു. തുടർന്ന് ബലാത്സംഗം, ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, സ്വകാര്യ ചിത്രങ്ങൾ നിയമവിരുദ്ധമായി പ്രചരിപ്പിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തുകയായിരുന്നു. കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതോടെ കോടതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രജ്വൽ അപേക്ഷിച്ചിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ പ്രോസിക്യൂഷൻ സ്ത്രീയെക്കൊണ്ട് നിർബന്ധിച്ച് പരാതി കൊടുപ്പിച്ചതാണെന്നും പ്രജ്വൽ വാദിച്ചു. എന്നാൽ ഇതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല. പ്രജ്വൽ ഉൾപ്പെട്ട 2000-ലധികം അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് കർണാടക JDSനെ പിടിച്ചുകുലുക്കിയ വിവാദത്തിന് തുടക്കമിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഇയാൾക്കെതിരെ 3 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അശ്ലീല ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നടന്ന 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഹാസൻ മണ്ഡലത്തിൽ പ്രജ്വൽ പരാജയപ്പെട്ടിരുന്നു. വിവാദങ്ങൾക്ക് പിന്നാലെ JDS പ്രജ്വലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, News 18. മലപ്പുറം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം. മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെയാണ് പടിഞ്ഞാറ്റുമുറി AR ക്യാമ്പിലേക്ക് മാറ്റിയത്. കാക്കിയിടാത്തതിന് ചുമത്തിയ പിഴത്തുക കുറച്ചു തരണമെന്നാവശ്യപ്പെട്ടതിനായിരുന്നു മർദ്ദൻ. കാനറ ബാങ്കിന്റെ ATM കൗണ്ടറുകളിൽ നിറയ്ക്കാനുള്ള പണവുമായി പോകുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായ ജാഫറിനാണ് മർദ്ദനമേറ്റത്. പരിശോധനയ്ക്കിടെ ജാഫർ ഓടിച്ച വാഹനം മഞ്ചേരി കച്ചേരിപ്പടിയിൽ സൂപ്പർ മാർക്കറ്റിന് സമീപം പോലീസ് തടഞ്ഞു. കാക്കി ഷർട്ട് ഇടാത്തതിന്റെ പേരിൽ 250 രൂപ പിഴ അടയ്ക്കാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. പിഴ അടയ്ക്കാനുള്ള രസീത് നൽകിയപ്പോൾ തുക 500 രൂപയായി. ദിവസവേതനക്കാരനാണെന്നും പിഴത്തുക കുറയ്ക്കണമെന്നും ജാഫർ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വഴങ്ങിയില്ല. പണമടയ്ക്കാനാകില്ലെന്ന് ജാഫർ പറഞ്ഞതോടെ തർക്കമായി. പിന്നാലെയായിരുന്നു മർദ്ദനം. ജോലി കളയാനൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല, അയാളും ജീവിക്കേണ്ട ആളല്ലേ, നമുക്ക് കുടുംബം. ഞാൻ അയാളോടൊക്കെ പറഞ്ഞു, അയാളോടൊന്ന് സ്റ്റേഷനിൽ ഞാൻ നല്ല രീതിയിൽ കയ്യെ കൊടുത്ത് കണ്ടാൽ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം അയാളെ ജോലിയും പോകണ്ട, നമുക്ക് ഒരു നല്ലൊരു തീരുമാനം കിട്ടിയാൽ മതി. വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു പോലീസുകാരത്തൊന്നും നല്ല നിയമപാലകരല്ല, നമ്മളെ രക്ഷിക്കേണ്ട ആളുകളല്ല. അപ്പോൾ അവരിങ്ങനെ ശിക്ഷിക്കുമ്പോൾ നമുക്കൊരു വിഷമം. മറ്റു പോലീസുകാർ എത്തിയാണ് മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ പിടിച്ചുമാറ്റിയത്. പിന്നീട് ജാഫറിനെ സ്റ്റേഷനിൽ എത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതി വാങ്ങുകയും ചെയ്തു. ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖത്തടിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നൌഷാദിനെ സ്ഥാനം മാറ്റി. News 18 മലപ്പുറം. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാർ നിയന്ത്രണം വിട്ട് വഴിയാത്രക്കാരൻ മരിച്ചു. ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന മഞ്ഞൾപ്പാറ സ്വദേശി നാണിപ്പയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:15 അപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ബൈക്കിൽ ഇടിച്ചതിനു ശേഷം സമീപത്തെ കടമുറിയിൽ ഇടിച്ചാണ് നിന്നത്. പത്തനംതിട്ട കുമ്പഴയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഇന്ന് രാവിലെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വലഞ്ചുഴി വഞ്ചിപ്പടിക്ക് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികനായ കുമ്പഴ പാലമറൂർ സ്വദേശി PM അബ്രഹാമാണ് മരിച്ചത്. മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ. ചെണ്ടുവാര എസ്റ്റേറ്റിലാണ് കാട്ടാന ഉള്ളത്. ലയങ്ങളോട് ചേർന്നുള്ള കൃഷി നശിപ്പിച്ചു. ആനത്തോട്ടം മേഖലയിൽ തുടരുന്നതിനാൽ തൊഴിലാളികൾ ആശങ്കയിലാണ്. തിരുവനന്തപുരം നഗരവും ഗ്രാമങ്ങളും വികസന കുതിപ്പിലാണെങ്കിലും ബോണക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക്
ചികിത്സ നേടാനുള്ള ദൂരം ഇപ്പോഴും പഴയത് തന്നെ. അടിയന്തര ഘട്ടങ്ങളിൽ 26 കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയാണ് ഇന്നും അവർക്ക് ഏക ആശ്വാസം. ആരോഗ്യ സബ് സെന്റർ കൊണ്ടുവരുമെന്ന കളക്ടറുടെ ഉറപ്പ് 2 വർഷം കഴിഞ്ഞിട്ടും നടപ്പായില്ല. ഞങ്ങൾ തൊഴിലുറപ്പ് പണിക്കാണ് പോയത്. ഒരു 2:45 അങ്ങോട്ടാ. അങ്ങനെ എൻ്റെ ആളെ ഒരാളിന് പാമ്പ് കടിച്ച്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഞങ്ങൾ അവിടെ നോക്കാൻ പോയി. ചെന്നപ്പോൾ കാണാൻ ഈ പാമ്പ് അപ്പടി കടിച്ച് എൻ്റെ കയ്യിൽ അങ്ങനെ കൊത്തി. അവസാനം വിദൂര ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസിനെ വിളിച്ച് ആ പുള്ളിക്കാരൻ ആംബുലൻസ് കൊണ്ടുപോയി. വേറെ ഒരു ബൈക്കിലാണ് എന്നെ കൊണ്ട് ആശുപത്രിയാക്കി. അപ്പോഴും പോയത് കൊണ്ട് രക്ഷ. സെൽവരാജ് മരണത്തെ മുഖാമുഖം കണ്ടത് 2 മണിക്കൂറോളമാണ്. ഭാഗ്യം തുണച്ചതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു പിടിക്കാനായത്. ഒരു കാലത്ത് എല്ലാ സംവിധാനങ്ങളും ലഭ്യമായ തേയില പ്ലാന്റേഷനിൽ ജോലി ചെയ്തവർക്ക് ഇന്ന് അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രി സേവനത്തിനായി 26 കിലോമീറ്റർ അകലെയുള്ള വിതുര താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. തേയിലത്തോട്ടം നിലനിന്നിരുന്ന സമയത്ത് ആശുപത്രി സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ 2000-ൽ കമ്പനി പൂർണ്ണമായും അടച്ചതോടെ അതില്ലാതായി. തേയില കമ്പനി ഇല്ലാതായതോടെ പുതുതലമുറ ഇവിടം വിട്ട് ജോലിക്കും മറ്റുമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി. അതോടെ തനിച്ചായി പോയ നിരവധി കുടുംബങ്ങളും ഇവിടെയുണ്ട്. ആശുപത്രി കണ്ടിപ്പാ കെട്ടണം. ഇവിടെ 4 ആശുപത്രി കെട്ടാൻ ഇടം ഉണ്ട്. എന്തിടം ഇല്ലാത്തത്? രോഗികളെ പാതിരാത്രി ആറ് കൊണ്ടുപോകും? ആ മക്കളുണ്ടെങ്കിൽ തൊഴിലെടുത്ത് റോട്ടിൽ കൊണ്ടുപോയാൽ 600 രൂപ വേണം. അവൻ എവിടെ നിന്ന് മരിക്കും? നിലവിൽ 150ഓളം കുടുംബങ്ങൾ ലയങ്ങളിൽ താമസിക്കുന്നുണ്ട്. മന്ത്രിമാരായ ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവർ 2023-ൽ ബോണക്കാട് സന്ദർശിച്ചപ്പോൾ ആരോഗ്യ സംവിധാനം ഒരുക്കാൻ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം തീരുമാനം നീളുകയാണ്. അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് നടത്തുന്നവർക്ക് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിലും 40 കിലോമീറ്ററിലധികം ദൂരത്തുള്ള ആശുപത്രി സേവനം വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ബോണക്കാട് ആശുപത്രി സേവനം കൊണ്ടുവന്നാൽ ഇതിനും ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. ഒരു കാലത്ത് തേയിലത്തോട്ടങ്ങളാൽ സമ്പന്നമായ ബോണക്കാട് എസ്റ്റേറ്റിൽ ഇന്ന് താമസിക്കുന്നതിൽ പലരും വയോജനങ്ങളാണ്. ഓരോ ആരോഗ്യ പ്രശ്നമുണ്ടാകുമ്പോഴും 2 മണിക്കൂറോളം സഞ്ചരിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇന്ന് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ബോണക്കാട് എസ്റ്റേറ്റിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന ആവശ്യം ന്യായവുമാണ്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം.